ഇന്ന് ഗുരുവായൂർ ഏകാദശി. കോവിഡ് കാരണം ഏകാദശിക്ക് പോകാനായില്ല. അപ്പോൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിലെ ഏകാദശിക്ക് പോകാറുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നു. 1968 കാലത്ത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു. പഴയ കാലങ്ങൾ പലതും ഓർമ്മയില്ല. എൻ്റെ വീട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 5-8 മൈലിനടുത്തായിരുന്നു. ഞാൻ തലേ ദിവസം തന്നെ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. അവിടെ കിഴക്കേ നടയിൽ സത്രം കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ അച്യുതപ്പാപ്പൻ്റെ കടയുണ്ട്. അവിടെയാണ് എൻ്റെ ക്യാമ്പും തട്ടകമൊക്കെ. കടയിൽ കയറി അച്യുതപ്പാപ്പൻ്റെ കൂടെ കച്ചവടത്തിനൊക്കെ സഹായിക്കും. ഗുരുവായൂർ ഏകാദശിന് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ആൾക്കാരിങ്ങനെ വാങ്ങാൻ വരും, ഞാനെടുത്ത് കൊടുക്കും. അവിടെ ഒരു പെട്ടിയുണ്ട്, കാശ് അതിലിടും. ചിലപ്പോൾ അച്യുതപ്പാപ്പൻ ബാക്കിയൊക്കെ കൊടുക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇറങ്ങി ഗുരുവായൂർ കിഴക്കേ നടക്കലും പടിഞ്ഞാറേ നടക്കലും ഒക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ കച്ചവടക്കാരെടുത്ത് പോവും. ഓരോ സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നോക്കും. ഒന്നും വാങ്ങുന്നില്ല. ചിലപ്പോൾ അവിടെ ഇങ്ങനെ പലതരം കളികളുണ്ടാവും. കുറച്ച് ഒരു 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ എറിയാനും അതിന് പ്രൈസ് കിട്ടണതും അങ്ങനെ ചില കളികളൊക്കെ ഉണ്ട്, ഒരു ഗാംബ്ലിങ് പോലെ. അതൊക്കെ ഇടയ്ക്ക് അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കും. എന്നിട്ട് ഉറക്കച്ചവടമൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നെയും അച്യുതപ്പാപ്പൻ്റെ കടയിൽ വരും. അങ്ങനെ കച്ചവടവും സഹായിക്കലും ഏകാദശിക്ക് വേണ്ടിയിട്ട് അതിലിടയ്ക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറും. എന്നിട്ട് അവിടെ ഇടി കൊണ്ടിട്ട് ഗുരുവായൂരപ്പനെ പോയി തൊഴും. ചിലപ്പോൾ കിഴക്കേ നടക്കൂടെ പോയി പടിഞ്ഞാറേ നടക്കൂടെ ഇറങ്ങി വരും. എന്നിട്ട് അവിടെയൊക്കെ കുറേ നടന്നിട്ട് പിന്നെ ആ കുളത്തിൻ്റെ അതിൽ ചുറ്റിയിട്ട് വീണ്ടും കിഴക്കേ നടക്കിലെത്തും. ആൾക്കാരുടെ തിരക്കൊക്കെ കണ്ട് ആസ്വദിക്കും. അന്ന് വലിയ നടപ്പന്തലൊന്നുമില്ല. പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അന്നില്ല. അന്ന് ചെറിയൊരു നടവഴിയുണ്ട്. അതിൽ ഇങ്ങനെ അവിടെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം നേരം പോകാൻ നല്ലൊരു, പിന്നെ അവിടെ ഡെക്കറേഷൻസും തോരണങ്ങളൊക്കെ കണ്ട്. അന്ന് പിന്നെ മൊബൈൽ ക്യാമറയും മറ്റും ഇല്ലല്ലോ, സ്വന്തമായിട്ടൊരു ക്യാമറയും ഇല്ല. എന്നാലും ഒരു ക്യാമറ എങ്ങനെയോ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ NP-22 എന്ന് പറഞ്ഞ ഫിലിം അതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-12 ഫിലിം എടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ എടുത്തിരുന്നു എന്നാണ് ഓർമ്മ. ഒരു റോളിഫ്ലെക്സ് ക്യാമറ ഉണ്ടായിരുന്നു. എൻ്റെ ഇല്ല, തെക്കേ വീട്ടിലെ ബാബുവിൻ്റെ. അത് ചിലപ്പോൾ കൊണ്ടുപോകും ചില ഏകാദശിക്ക്. അങ്ങനെ ചിലപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കുന്നംകുളത്ത് വന്നിട്ട് വിജയ സ്റ്റുഡിയോയിലോ മറ്റോ കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കും. എന്നിട്ട് അവിടെ ചേച്ചിക്കൊക്കെ കാണിച്ചു കൊടുക്കും. ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റമ്മയാണ്. മാമന്മാരൊക്കെ ചേച്ചിന്ന് വിളിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും ചേച്ചിന്ന് വിളിക്കാം അമ്മയെ. അങ്ങനെ ഗുരുവായൂർ. പിന്നെ അവിടെ ഇങ്ങനെ ഏകാദശി സമയത്ത് കരിമ്പ് വാങ്ങിക്കാൻ കിട്ടും. ഏകാദശി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കരിമ്പ് വാങ്ങിയിട്ടാണ് പോവുക.
അപ്പോൾ തലയിൽ കെട്ട ഒരു തോർത്തുണ്ടും ഉണ്ടായിരിക്കും. അതിലിടയ്ക്ക് പാതിരയ്ക്ക് കുളത്തിൽ വന്നിട്ടൊന്ന് മുങ്ങും, കുളിക്കും. പിന്നെയും വന്നിട്ട് അച്ചുപാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് തൊഴുതതിന് ശേഷം കുറി വരച്ചതിന് ശേഷം അച്ചുപാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കും. അതിലിടയ്ക്ക് ചെറിയപ്പോൾ പീടികയുടെ ഉള്ളിൽ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കിടത്ത് ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ ഉണ്ടാവും ചില സമയത്ത്. അങ്ങനെ നേരം പുലർച്ചെ ആകുമ്പോൾ ഇനി ഉറക്കം വരും. പിന്നെ ഉറക്കം എഴുന്നേറ്റിട്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദ്വാദശിപ്പണം വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്താ കൃത്യമായിട്ട് ഓർമ്മയില്ല. ദ്വാദശിപ്പണം നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ച് അവിടെ നമസ്കാര മണ്ഡപത്തിൽ കുറച്ച് നമ്പൂതിരിമാർ ഇരിക്കണം, അവർക്ക് കൊടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ നമുക്ക് വേറെ എന്തോ തിരിച്ചു തരും നാണയമായിട്ട്. അത് കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി പ്രദക്ഷിണം ചെയ്തിട്ട് ഒരു കരിമ്പും വാങ്ങിയിട്ട് പിന്നെ കുന്നംകുളത്തേക്കുള്ള ബസ്സിൽ കയറി ഇരുന്നാൽ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങും. അവിടുന്ന് വീട്ടിലേക്ക് 11:30 മണി ബസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഗുരുവായൂരിൽ വരിക. 11:30 ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്താനിക്ക് ബസ്സൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഓട്ടോ റിക്ഷയും ഇല്ലല്ലോ. പിന്നെ വളഞ്ഞിട്ട് പഴഞ്ഞി നമുക്ക് വഴിക്ക് പോയിട്ട് വട്ടമ്പാടത്തങ്ങ് വന്നിട്ട് ആ ബസ് തിരിക്കും. പിന്നെ വട്ടമ്പാടത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണെങ്കിലും 1-2 കിലോമീറ്റർ ഉണ്ട്. അപ്പം പിന്നെ കുന്നംകുളത്ത് നിന്ന് നേരിട്ടിട്ട് അങ്ങനെ നടന്നിട്ട് വീട്ടിലേക്ക് വരും. കയ്യിൽ കാശുണ്ടെങ്കിൽ ടാക്സിയൊക്കെ വിളിക്കും. അന്നത്തെ കാലത്ത് ടാക്സി വിളിക്കാനുള്ള കാശൊന്നുമില്ല. അപ്പോൾ ഈ ബസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരിക. 11:30 ഉള്ള ബസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് എൻ്റെ വീടിൻ്റെ അതായത് അമ്മയുടെ വീടിൻ്റെ നേരെ മുന്നിൽ ബസ് ഇറങ്ങാം. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അതിന്ന് എൻ്റെ പിന്നിൽ കൂടെ നടന്നിട്ട് ഒരു 2 മിനിറ്റ് നടന്നാൽ എൻ്റെ വീടായി. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, അന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരണില്ല. അമ്മയുടെ വീടാണ് തട്ടകം. അങ്ങനെയാണ് ഒരു ഗുരുവായൂർ ഏകാദശി പണ്ടത്തെ ഞാൻ ആലോചിക്കുന്നത്. അതിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് അടുത്ത ക്ലിപ്പിൽ പറയാം. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ.